പ്രധാനമായും മൂന്ന് മുന്നണികളാണുള്ളത്. ആദ്യത്തേത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയും, രണ്ടാമത്തേത് CPM നേതൃത്വം നൽകുന്ന LDF മുന്നണിയും, മൂന്നാമത്തേത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയും. ഈ മൂന്ന് മുന്നണികളിലും പ്രധാനപ്പെട്ട പാർട്ടികളും ചില ഈർക്കൽ പാർട്ടികളുമുണ്ട്. ഇടതു മുന്നണിക്കുള്ളിൽ CPM കഴിഞ്ഞാൽ CPIയും കേരള കോൺഗ്രസ് എമ്മും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. UDFിലേക്ക് വന്നാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് പ്രധാനപ്പെട്ട പാർട്ടികളാണ്. NDA മുന്നണിയിൽ BJP കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി ചെയർമാനായിട്ടുള്ള BDJS ആണ് പ്രധാനപ്പെട്ട പാർട്ടി. കേരള രാഷ്ട്രീയത്തിന്റെ പല ഘട്ടങ്ങൾ എടുത്തു നോക്കിയാലും മുന്നണികളിലെ ചെറിയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമാറിയത് നമുക്ക് കാണാം. അധികാരം പ്രധാന ലക്ഷ്യമാകുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി നേരെ വിപരീത ദിശയിലുള്ള മുന്നണികളിൽ ചേക്കേറുന്നതിനോ പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്ന് വിഭിന്നമായ നിലപാടുകളെ പിന്തുണയ്ക്കാനോ ഇത്തരം പാർട്ടികൾ ഒരു മടിയും കാണിക്കുന്നില്ലെന്നതും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ നിന്നുള്ള കാഴ്ച തന്നെയാണ്. മാർക്സിസവും ലെനിനിസ്റ്റ് വിശ്വാസ പ്രമാണങ്ങളും ആധാരശിലയാക്കി 1940 മാർച്ച് 19 രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ആദ്യഘട്ടത്തിൽ സമാന ചിന്താഗതിക്കാരായ സോഷ്യലിസ്റ്റ് നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പാർട്ടിക്ക് പശ്ചിമ ബംഗാളിലും കേരളത്തിലും പിന്നീട് ചെറിയ തോതിൽ ത്രിപുരയിലും മാത്രമാണ് വേരുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നത്. ഇതിലൂടെ കേരളത്തിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും പ്രതിനിധികളെ ലോക്സഭയിൽ എത്തിക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പാർട്ടി പിളർന്ന് 5 വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. നിലവിൽ മാതൃസംഘടനയായ RSP ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പവും സംസ്ഥാനത്ത് UDFിനൊപ്പവുമാണ് നിൽക്കുന്നത്. രൂപവൽക്കരണത്തിന് ശേഷം 9 വർഷം കഴിഞ്ഞ് 1949 ഒക്ടോബറിലാണ് ആദ്യമായി RSP ദേശീയ തലത്തിൽ പിളരുന്നത്. തുടർന്ന് അന്നത്തെ മുതിർന്ന നേതാക്കളായിരുന്ന N ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് RSP കേരള ഘടകത്തിന് രൂപം നൽകി. പിന്നീട് 1952 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടി ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമായി 3 പ്രതിനിധികളെ ലോക്സഭയിൽ എത്തിച്ചു. ഇതിൽ കേരളത്തിൽ 2 സീറ്റിൽ മത്സരിച്ച് ശ്രീകണ്ഠൻ നായർ 2 സീറ്റിലും വിജയിച്ചിരുന്നു. ഇതിനിടെ 1953 സ്ഥാപക നേതാക്കളിൽ ഒരാളായ ജഗദീഷ് ചന്ദ്ര ചാറ്റർജി കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് 1977 RSP കേരള ഘടകം പിളർന്ന് ഒരു വിഭാഗം നാഷണൽ റവല്യൂഷണറി പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപവൽക്കരിച്ച് CPM നേതൃത്വം നൽകുന്ന മുന്നണിയുമായി സഹകരിച്ചു പ്രവർത്തിച്ചു. 2000 RSP നെടുകെ പിളർന്നു. ബേബി ജോൺ RSP രൂപവൽക്കരിച്ച് UDFിനൊപ്പം നിന്നു. ഔദ്യോഗിക വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പം തന്നെ തുടർന്നു. 2005 പാർട്ടി സെക്രട്ടറി AV താമരാക്ഷനും ബാബു ദിവാകരനും തമ്മിൽ തർക്കം രൂക്ഷമായി. ബാബു ദിവാകരൻ RSP രൂപവൽക്കരിച്ചു. പിന്നാലെ AV താമരാക്ഷൻ പാർട്ടി വിട്ട് മറ്റൊരു വിഭാഗമായി BJP നേതൃത്വം നൽകുന്ന NDAയിൽ ചേക്കേറി. ഇതോടെ RSP ശോഷിച്ചെങ്കിലും ഔദ്യോഗിക വിഭാഗം 3 അംഗങ്ങളുമായി ഇടതുമുന്നണിയോടൊപ്പം തുടർന്നു. ഇതിനിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ കൊല്ലം സീറ്റ് നൽകണമെന്ന ആവശ്യം മുന്നണി നിരാകരിച്ചതോടെ നാടകീയമായി മുന്നണി മാറ്റം പ്രഖ്യാപിച്ച് UDFിലെത്തി. പിന്നീട് UDF പിന്തുണയോടെ കൊല്ലത്ത് വിജയിച്ചെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ സീറ്റ് തർക്കത്തിൽ മുന്നണി വിടാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് എന്ന പേരിൽ മത്സരിച്ച് MLA ആയി ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം തുടരുന്നുണ്ട്. നിലവിൽ മുൻ MLAയും മന്ത്രിയുമായിരുന്ന ഷിബു ബേബി ജോണാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി. UDFിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണം ഇടതുപാളയത്തിലേക്ക് ചേക്കേറുന്നതാണെന്ന് RSPയിലെ ഒരു വിഭാഗം മനസ്സിലാക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് പ്രകാരം അധികം വൈകാതെ തന്നെ RSP UDF വിട്ട് ഇടതുപാളയത്തിലേക്ക് എത്തുമെന്നറിയുന്നു. ഇതോടെ കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് മാറുമ്പോൾ ആ സീറ്റ് RSPക്ക് LDF നൽകുമെന്ന് കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ കൊല്ലത്ത് നേരിടുക RSP സ്ഥാനാർത്ഥിയാകും. ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ തന്നെ ആകുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച വാർത്തകളോട് ഷിബു ബേബി ജോൺ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല.